Hi friends, plus 1 chemistry chapter 1 some basic concepts of chemistry le part 4 ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് Dalton's atomic theory. The term atom was first used by John Dalton from Greek word atomio means indivisible. He proposed first atomic theory. അപ്പോൾ atomic theory ആദ്യത്തെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും സ്റ്റഡീസ് ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തി ജോൺ ഡാൾട്ടൺ ആണ്. അദ്ദേഹത്തിന്റെ അറ്റോമിക് തിയറിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ atomic theory important postulates ഇവയായിരുന്നു. Matter is made up of minute and indivisible particles called atoms. Atoms can either be created nor be destroyed. Atoms of same element are identical in their properties and mass, while atoms of different elements have different properties and mass. We know that we have hydrogen molecule. This have atoms of hydrogen and they are identical. Okay, then we have nitrogen molecule. They have nitrogen atoms. So these two molecules were different. Hydrogen molecule have identical hydrogen atoms and nitrogen molecule have identical nitrogen atoms. That is, atoms of same element are identical in their properties and mass. Hydrogen atoms are identical in their properties and mass, while nitrogen atoms are different elements having different properties and mass. Okay, atoms of different elements, that is, hydrogen and nitrogen are different elements. So atoms of these hydrogen and nitrogen do not have any similarity in their properties. That's it. Then atoms combine to form compounds. Atoms called molecules. Atoms combine ചെയ്ത compounds ആണ് form ചെയ്യുന്നത്. അവയെ നമുക്ക് molecules എന്ന് വിളിക്കാം. When atoms combine, they do so in a fixed ratio by mass. അപ്പോൾ എപ്പോഴും atoms combine ചെയ്ത് compounds form ചെയ്യുമ്പോൾ അവ എങ്ങനെയായിരിക്കും? അവയ്ക്ക് മാസിന് ഒരു ഫിക്സഡ് റേഷ്യോ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എപ്പോഴും അവ ഫോം ചെയ്യുമ്പോൾ കാർബണിന്റെ മാസ് 12 ആയിരിക്കും, ഓക്സിജന്റെ മാസ് 16 into 2 32 ആയിരിക്കും. ദാറ്റ് ഈസ് 12:32 ഓർ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 3:8. ഇതായിരിക്കും ഇവയുടെ മാസിന്റെ ഒരു റേഷ്യോ. എപ്പോഴും ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ ഈ രീതിയിലൊരു മാസിന് റേഷ്യോ ഉണ്ടായിരിക്കും. സോ ഡാൾട്ടൺസ് തിയറി കുഡ് എക്സ്പ്ലെയിൻ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. നമ്മൾ പഠിച്ച കെമിക്കൽ കോമ്പിനേഷന്റെ ലോസ് ഉണ്ടല്ലോ, 5 ലോസ്. ഈ 5 ലോസും നമുക്ക് ഈ ഒരു ഡാൾട്ടൺസ് തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദെൻ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ആറ്റം എന്ന് പറയുന്നത് എന്താണ്? സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെന്റ് ആണെന്ന് നമുക്കറിയാം. Molecules are smallest particle of a substance. A molecule has all the properties of substance. അപ്പോൾ നമ്മൾ ഒരു എലമെന്റ് കൺസിഡർ ചെയ്യാണ്. ഇപ്പോൾ ഹൈഡ്രജൻ ഒരു എലമെന്റ് ആണ്. ഈ ഹൈഡ്രജൻ എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? ആറ്റംസ് ആണ്. ഇനി ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിലെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ് മോളിക്യൂൾസ്. അപ്പോൾ ഒരു മോളിക്യൂളിനാണ് ഒരു സബ്സ്റ്റൻസിന്റെ എല്ലാ ഗുണങ്ങളും ഉള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വാട്ടർ എടുക്കുന്നു, H2O. ഒരു സബ്സ്റ്റൻസ് ആണ് വാട്ടർ. കുറെ വാട്ടർ നമ്മൾ ഒരു കണ്ടെയ്നറിൽ എടുക്കുന്നു. അപ്പോൾ ആ വാട്ടറിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഉള്ളത് ആർക്കാണ്? വാട്ടർ മോളിക്യൂളിനാണ്, അല്ലെ? H2Oയ്ക്കാണ്. പക്ഷെ വാട്ടറിലുള്ള ആറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്, അല്ലെ? പക്ഷേ ഹൈഡ്രജനും ഓക്സിജനും വാട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കുമോ ഉള്ളത്? അല്ല. നമുക്കറിയാം ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്, ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്. പക്ഷെ ഇത് രണ്ടും ചേർന്നുണ്ടാകുന്ന വാട്ടർ തീ കെടുത്തുന്ന ഒരു ലിക്വിഡ് ആണ്, അല്ലെ? അപ്പോൾ എപ്പോഴും ഒരു സബ്സ്റ്റൻസിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ മോളിക്യൂൾ ആയിരിക്കും. പക്ഷേ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെന്റ് ചോദിച്ചാൽ അത് ആറ്റം ആയിരിക്കും. സോ ടൈപ്സ് ഓഫ് മോളിക്യൂൾസ്. ടൈപ്പ് ഓഫ് ആറ്റംസ് അനുസരിച്ച് മോളിക്യൂൾസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദേ ആർ ഹോമോന്യൂക്ലിയർ മോളിക്യൂൾ ആൻഡ് ഹെറ്ററോന്യൂക്ലിയർ മോളിക്യൂൾ. ഒരേ ടൈപ്പ് ആറ്റംസ് ചേർന്നാണ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ഹോമോന്യൂക്ലിയർ മോളിക്യൂൾ എന്ന് പറയും. എക്സാമ്പിൾ H2O2 N2O3 ഒക്കെ. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് ചേർന്നാണ് മോളിക്യൂൾ ഉണ്ടായിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ഹെറ്ററോന്യൂക്ലിയർ മോളിക്യൂൾസ് എന്ന് പറയും. കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണും ഓക്സിജനും ആണ് ചേർന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ വാട്ടറിൽ 2 ഹൈഡ്രജനും ഓക്സിജനും ആണ് ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഹെറ്ററോന്യൂക്ലിയർ മോളിക്യൂൾസിന് എക്സാമ്പിൾ ആണ്. ദെൻ നമ്പർ ഓഫ് ആറ്റംസ് അനുസരിച്ച് നമുക്ക് മോളിക്യൂൾസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദേ ആർ മോണോ അറ്റോമിക്. ഒരു ആറ്റം മാത്രം ചേർന്ന് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. ഹീലിയം, നിയോൺ, ആർഗൺ പോലെയുള്ള നോബിൾ ഗ്യാസസ്, അതുപോലെ മെറ്റൽസ്, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം ഒക്കെ പോലുള്ള മെറ്റൽസിലൊക്കെ ആ മോളിക്യൂൾസിൽ ഒരു ആറ്റമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി ഡയറ്റോമിക് മോളിക്യൂളിൽ 2 ആറ്റംസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ H2O2 N2 ഒക്കെ 2 ആറ്റംസ് ചേർന്നാണ് അവയുടെ കറസ്പോണ്ടിങ് മോളിക്യൂൾസ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ 2ൽ കൂടുതൽ ആറ്റംസ് ചേർന്നായിരിക്കും അവയുടെ മോളിക്യൂൾസ് ഫോം ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഓസോൺ, ഫോസ്ഫറസ്, സൾഫർ എക്സെട്ര.
സോ നെക്സ്റ്റ് ഈസ് അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് എന്ന എന്താണ്? ഒരു ആറ്റത്തിന്റെ മാസ് ആണ് അറ്റോമിക് മാസ് അല്ലെങ്കിൽ റിലേറ്റീവ് അറ്റോമിക് മാസ്. ഹൗ മെനി ടൈംസ് ദ മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് ദി എലമെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം. അറ്റോമിക് മാസ് നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് കാർബൺ 12 ആറ്റത്തിന്റെ മാസിനോട് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്താണ്. അപ്പൊ കാർബൺ 12 ആറ്റത്തിന്റെ മാസിന്റെ 1/12 ഇൻറ്റു എത്രയാണ് എന്നുള്ളതാണ് നമ്മളൊരു ആറ്റത്തിന്റെ അറ്റോമിക് മാസ് പറയുന്നത്. ഇപ്പൊ നൈട്രജന്റെ അറ്റോമിക് മാസ് 14 ആണ് നമുക്കറിയാം. അതിനർത്ഥം എന്താണ്? ഇത് 14 ടൈംസ് 14 ടൈംസ് ഗ്രേറ്റർ ദാൻ 1/12 ദി മാസ് ഓഫ് കാർബൺ 12 ആറ്റം. കാർബൺ 12 ആറ്റത്തിന്റെ മാസ് 12 ആണ്. അതിന്റെ 1/12 എന്ന് പറയുമ്പോൾ എത്രയാ? 12ന്റെ 1/12 എന്ന് പറയുമ്പോൾ 1 തന്നെയാണ്. 1/12 ഓഫ് 12 1 ആണ്. ആ 1ന്റെ 14 ടൈംസ് ആണ് നമ്മുടെ നൈട്രജന്റെ അറ്റോമിക് മാസ്. ഇത്രേ ഉള്ളൂ. 14 ആണ് നൈട്രജന്റെ അറ്റോമിക് മാസ്. അത് കാർബണുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ എല്ലാ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് നമ്മൾ പറയുന്നത്. ദെൻ അറ്റോമിക് മാസ് യൂണിറ്റ്. അറ്റോമിക് മാസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അറ്റോമിക് മാസ് യൂണിറ്റിലാണ്. അല്ലെങ്കിൽ AMU അല്ലെങ്കിൽ U യൂസ് ചെയ്യാം. U എന്നത് അറ്റോമിക് മാസ് യൂണിറ്റിന് ചുരുക്കത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് 1/12 ഓഫ് മാസ് ഓഫ് കാർബൺ 12 ആറ്റം ആയിരിക്കും. ദാറ്റ് ഇസ് അതിനെ നമുക്ക് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് 1.66 × 10⁻²4 ഗ്രാം ആയിരിക്കും. അല്ലെങ്കിൽ 1.66 × 10⁻27 കിലോഗ്രാം ആയിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന ഇപ്പോൾ നൈട്രജന്റെ അറ്റോമിക് മാസ് 14 ആണ്. അതിനർത്ഥം ഇറ്റ് ഇസ് 14 അറ്റോമിക് മാസ് യൂണിറ്റ് ഓഫ് 14 യൂണിറ്റ്സ് അറ്റോമിക് മാസ് യൂണിറ്റ്സ്. ഇതിന് കിലോഗ്രാമിലേക്ക് ആക്കണമെങ്കിൽ ഇൻറ്റു 1.66 × 10⁻27 ചെയ്യേണ്ടി വരും. ഓക്കെ. ദെൻ ആവറേജ് അറ്റോമിക് മാസ്. നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദി എലമെന്റ്സ് ഹാവ് ഐസോടോപ്സ്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജന്റെ കേസിൽ 1H1 1H2 1H3 ദേ ആർ പ്രോട്ടിയം ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം. ഇതാണ് ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ. ഇതുപോലെ പല എലമെന്റ്സിനും ഐസോടോപ്പുകളുണ്ട്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ അറ്റോമിക് മാസ് നമ്മൾ പറയുന്നത് ഈ ഒരു ഐസോടോപ്പുകളുടെ മാസ് കൂടി ചേർത്താണ്. അപ്പോൾ ഓരോ ഐസോടോപ്പുകളുടെ റിലേറ്റീവ് അബണ്ടൻസ് ഇൻറ്റു അതിന്റെ അറ്റോമിക് മാസ്, ഇതിനെ സം ചെയ്ത് ആവറേജ് എടുത്താണ് നമ്മൾ ആവറേജ് അറ്റോമിക് മാസ് പറയുന്നത്. റിലേറ്റീവ് അബണ്ടൻസ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് അത് നേച്ചറിൽ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലോറിന് 2 ഐസോടോപ്പ് ഉണ്ട്. ക്ലോറിൻ 35 ഉണ്ട്, ക്ലോറിൻ 37 ഉണ്ട്. ഇൻ ദ റേഷ്യോ 3:1. അതായത് ക്ലോറിൻ 35 കൂടുതലുണ്ട്, 3% ഉണ്ടെങ്കിൽ ഇത് 1% ഉണ്ടാവുള്ളൂ. അപ്പോൾ ആവറേജ് അറ്റോമിക് മാസ് എങ്ങനെ കണ്ടുപിടിക്കും? 3% ക്ലോറിനാണുള്ളത്, അതുകൊണ്ട് അതിന്റെ റിലേറ്റീവ് അബണ്ടൻസ് നമ്മൾ 3 ആയിട്ട് എടുത്തു. 3 ഇൻറ്റു അറ്റോമിക് മാസ് 35 പ്ലസ് ഇനി ക്ലോറിൻ 37ന്റെ 1 ആണ് റിലേറ്റീവ് അബണ്ടൻസ്, ദാറ്റ് ഈസ് 1 ഇൻറ്റു ഇനി അതിന്റെ അറ്റോമിക് മാസ് 37. ഇനി അതിന്റെ ആവറേജ് കാണാൻ വേണ്ടി ഡിവൈഡഡ് ബൈ ടോട്ടൽ 4 ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 4, ദാറ്റ് ഈസ് 35.5. ഇങ്ങനെയാണ് ക്ലോറിന്റെ അറ്റോമിക് മാസ് 35.5 കിട്ടുന്നത്. ഇത്തരത്തിൽ ഏത് ആറ്റം നമ്മൾ കൺസിഡർ ചെയ്താലും ആ ആറ്റത്തിന്റെ ഐസോടോപ്പുകളുടെ മാസും അതിന്റെ റിലേറ്റീവ് അബണ്ടൻസും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിന്റെ ആവറേജ് എടുത്താണ് നമ്മൾ ആവറേജ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നത്. ദെൻ മോളിക്കുലർ മാസ്. മോളിക്കുലർ മാസ് എന്താണ്? മോളിക്യൂളിന്റെ മാസ് ആണ്. അത് അറ്റോമിക് മാസുകളുടെ സം ആയിരിക്കും. അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുക? മൾട്ടിപ്ലൈയിങ് അറ്റോമിക് മാസ് ഓഫ് ഈച്ച് എലമെന്റ് ബൈ നമ്പർ ഓഫ് ഇറ്റ്സ് ആറ്റംസ് ആൻഡ് ആഡിങ് ദം ടുഗെദർ. അങ്ങനെയാണ് നമുക്ക് മോളിക്കുലർ മാസ് കിട്ടുന്നത്. ഇപ്പൊ H2SO4 മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്, സൾഫറിന്റെ 32 ആണ്, ഓക്സിജൻ 16 ആണ്. ദെൻ ഇതിന്റെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 1 × 2 പ്ലസ് 32 × 1 പ്ലസ് 16 × 4. അങ്ങനെയാണ് നമുക്ക് ഈ 98 അറ്റോമിക് മാസ് യൂണിറ്റ് കിട്ടുന്നത്. ഈ രീതിയിലാണ് നമ്മൾ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത് ഫോർമുല മാസ്. ചില അയോണിക് കോമ്പൗണ്ട്സ്, സോഡിയം ക്ലോറൈഡ് ഒക്കെ പോലുള്ള അയോണിക് കോമ്പൗണ്ട്സിന്റെ കേസിൽ അവ ഡിസ്ക്രീറ്റ് മോളിക്യൂൾസ് അല്ല ഉള്ളത്. അവിടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ആ കേസിൽ നമുക്ക് ഫോർമുല മാസ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഫോർമുല മാസ് കണ്ടുപിടിക്കാൻ സോഡിയത്തിന്റെയും ക്ലോറിന്റെയും അറ്റോമിക് മാസുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. സോഡിയത്തിന്റെ അറ്റോമിക് മാസ് 23 ആണ് നമുക്കറിയാം, ക്ലോറിൻ 35.5 ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ സോഡിയം ക്ലോറൈഡിന്റെ ഫോർമുല മാസ്. കാരണം സോഡിയം ക്ലോറൈഡ് ഡിസ്ക്രീറ്റ് മോളിക്യൂൾസ് ആയിട്ടല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്, 3 ഡയമെൻഷണൽ സ്ട്രക്ചറിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓക്കെ.